ഇവിടെ സ്റ്റേഡിയം പറഞ്ഞിരുന്നു, എല്ലാവരും ഒന്നിച്ച് പുള്ളിയുടെ ഒപ്പം നിന്ന് ഇവിടെ ഈ പാടത്തൊരു സ്റ്റേഡിയം പുള്ളിയുടെ വകയായിട്ട് പറഞ്ഞായിരുന്നു. അതൊന്നും പുള്ളി ഒന്നും യാഥാർത്ഥ്യമില്ല. അത് അന്ന് വന്നിട്ട് പുള്ളി ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്ന് അളക്കുക വരെ ചെയ്തതാണ്. പിന്നെ അതെന്താന്ന് പോലും പുള്ളിക്കറിയില്ല. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇവിടെ ഓരോ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, നല്ല ഒരു എൻജിനീയറിംഗ് സ്കൂള് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതൊന്നും ഇവിടെ ഒന്നും ഒരു അതൊക്കെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് പോയി. പിന്നെ ഈ അൻവറിന് എന്ത് ഇത് വെച്ചിട്ടാണ് കൊടുക്കുക? ഇപ്പോൾ ഒന്നാമത് അൻവറിൻ്റെ എന്ത് ഇത് വെച്ചിട്ടാണ് അവിടെ പ്രതിപക്ഷത്ത് പോയിട്ട് ഒന്നുമില്ലാതിരിക്കാനോ? അങ്ങനെ ഇവിടെ ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പൈസ എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ വോട്ട് നേടുമായിരിക്കും. എന്നാലും ഇവിടെ സൗഖ്യത്തല്ലാതെ ഒരാളിവിടെ ജയിക്കാൻ ചാൻസ് ഇല്ല. പ്രത്യേകിച്ചും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും മൂത്തടം പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇവിടെ 2 ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പ് വന്നിട്ടും പിന്നെ അന്നത്തെ ഇതിൽ പിന്നെ VB പ്രകാശിനാണ് ഇവിടെ ഭൂരിപക്ഷം കൂടിയത്. അതും മൂത്തടം പഞ്ചായത്തിൽ. അങ്ങനെയൊക്കെ ചിത്രം വെച്ച് നോക്കിയാൽ പോലും ഒരു കാരണവശാലും ഒരു സ്ഥാനാർത്ഥിക്ക് ഇവിടെ സ്കോപ്പില്ല. അത് പിന്നെ സൗഖ്യത്തല്ലാതെ.